അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ രണ്ടാമത്തെ അധ്യായം തുടങ്ങിയതായിരുന്നു അഷ്ഷജറത്തു തതഹദ്ദസു. പിന്നെ അതിൻ്റെ തുടർച്ച ഒരു സൂം ക്ലാസ് ആയതുകൊണ്ട് പല കുട്ടികൾക്കും അത് കിട്ടാതെ പോയതുകൊണ്ട് അതിൻ്റെ ആ ഭാഗം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. പാഠഭാഗം കുറച്ച് ബാക്കിലായതുകൊണ്ട് ഇൻഷാ അല്ലാ നാളെയും അറബി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ആപ്പ് നോക്കേണ്ടതാണ്. നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നത് അഷ്ഷജറത്തു തതഹദ്ദസു എന്ന് പറയുന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. കുല്ല സ്വബാഹിൻ, എല്ലാ ദിവസവും രാവിലെ. കുല്ല എന്ന് പറഞ്ഞാൽ മുഴുവനും എന്നുള്ള അർത്ഥമാണ്. സ്വബാഹ് രാവിലെ. യഅ്തി വരുന്നതാണ് റുആത്തു. റുആത്ത് എന്ന് പറഞ്ഞാൽ ഇടയന്മാർ. ആടിനൊക്കെ നോക്കി നടക്കുന്ന ആളുകളില്ലേ, ആട്ടിടയൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഇടയന്മാർ. ബിഷിയാഹിഹിം, ഷാത്തുൻ എന്ന് പറഞ്ഞാൽ ആട്. ഷാത്തിൻ്റെ ബഹുവചനമാണ് ഷിയാഹ്. ബഹുവചനങ്ങളൊക്കെ നോട്ട് ചെയ്യണം, ജംഅകളൊക്കെ നോട്ട് ചെയ്യണം. ഷാത്തുൻ ജംഅ് ഷിയാഹ്. ബിഷിയാഹിഹിം, അവരുടെ ആടുകളുമായിട്ട് വരും. വഹിയ തുത്രിബുന, തുത്രിബുന എന്ന് പറഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കും. മരങ്ങൾ പറയാണ് ഈ ആടുകൾ സന്തോഷിപ്പിക്കും. ദാഇമൻ, സ്ഥിരമായിട്ട്. ബി സുഗാഇഹ, ആടുകളുടെ കരച്ചിലിനാണ് സുഗാ എന്ന് പറഞ്ഞത്. ആടുകളെല്ലാം കൂടെ കൂട്ടമായിട്ട് ഇങ്ങനെ വന്നിങ്ങനെ കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുമ്പോൾ, കരഞ്ഞുകൊണ്ട് ഓടിക്കളിക്കുന്നത് വലിയ സന്തോഷമായിരുന്നു, ഞങ്ങളെ സന്തോഷിപ്പിക്കുമായിരുന്നു എന്നാണ് മരം പറയുന്നത്. യഖ്ഫിസുൽ ഖുറൂദു, ഖിർദിൻ്റെ ബഹുവചനാണ് ഖുറൂദ്. യഖ്ഫിസു തുള്ളും. അൽ ഖുറൂദു കുരങ്ങന്മാർ. മിൻ ഗുസ്നിൻ, ഒരു ശിഖരത്തിൽ നിന്ന്, ഒരു കമ്പിൽ നിന്ന്, ഇലാ ഗുസ്നിൻ, മറ്റൊരു കമ്പിലേക്ക് ഇങ്ങനെ ചാടും, തുള്ളും. അപ്പോൾ കുരങ്ങന്മാർ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് തുള്ളുകയും ആടുകളൊക്കെ കൂട്ടമായി ഇങ്ങനെ രാവിലെ തന്നെ വന്ന് പിന്നെ മേഞ്ഞ് നടന്ന് അവർ കരയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയൊരു സന്തോഷമായിരുന്നു. തുകശിഷു തുയൂറു, പക്ഷികൾ കൂട് വെക്കും. ഗഷ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടിനാണ്. തുകശിഷു, പക്ഷിക്കൂട് ഉണ്ടാക്കും. ആ തുയൂറു, പക്ഷികൾ. മിൻ അഗ്സാനിന, ഞങ്ങളുടെ ശിഖിരത്തിൽ, ഞങ്ങളുടെ ചില്ലകളിൽ. വ തുഗരിദു ഫി അൽഹാനി മുഖ്തലിഫ, ധാരാളം മരങ്ങളുള്ളിടത്ത് നമുക്ക് കാണാം വൈകുന്നേര സമയമൊക്കെ ഇഷ്ടം പോലെ പക്ഷികൾ ആ മരത്തിൽ ചേക്കേറുന്നുണ്ടാവും അല്ലേ, മരത്തിൽ വന്നിരിക്കും. അപ്പോൾ തുഗരിദു, അവർ പാട്ട് പാടും. ഫി അൽഹാനി മുഖ്തലിഫ, പലതരം ട്യൂണുകളിൽ. അൽഹാൻ എന്ന് പറഞ്ഞാൽ ലഹനുൻ്റെ ബഹുവചനമാണ് അൽഹാൻ, ട്യൂണുകൾ. മുഖ്തലിഫത്തിൻ, വിഭിന്നമായ, പലതരത്തിലുള്ള. അങ്ങനെയുള്ള ആ ദിവസങ്ങൾ. മാ അസ്അദക തിൽക്കൽ അയ്യാം, ആ ദിവസങ്ങൾ എന്തൊരു സന്തോഷമായിരുന്നു. വമാ അഹ്ലാഹ, എന്തൊരു മധുരകരമായിരുന്നു. ബൽ, പക്ഷേ, മാ കാനത്ത് അൽ അൽഹാനു ദായിമത്തൻ, ഈ മധുരങ്ങൾ സ്ഥിരമായിരുന്നില്ല. വലൽ അഗ്ഷാഷു സാബിത്തത്തൻ, ഈ കൂടുകൾ സ്ഥിരമായതായിരുന്നില്ല, പക്ഷികളുടെ കൂടുകൾ സ്ഥിരമായിരുന്നില്ല. ഈ സന്തോഷം എന്നെന്നും ഉണ്ടായില്ല. വലസുറൂറു ഖാലിദൻ, ഈ സന്തോഷം ശാശ്വതമായിരുന്നില്ല. മാതാ ഹദസ ബഅദു, ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, പിന്നീട് എന്താണ് സംഭവിച്ചത്. അപ്പുറത്ത് രണ്ട് ചോദ്യങ്ങളുണ്ട്. മാഹിയ തജാറുബുക മഅൽ അഷ്ജാരി ഫി തുഫൂലത്തിക. മാഹിയ, എന്താണ്. തജാറുബുക, തജാറുബ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസ്, നിൻ്റെ അനുഭവങ്ങൾ. നിൻ്റെ. മഅൽ അഷ്ജാരി, മരങ്ങളോടുകൂടെ. ഫി തുഫൂലത്തിക്ക, നിൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളാണ് സമയത്ത് മരങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും അല്ലേ. കുട്ടികളൊക്കെ കാണാം ഈ മാവ്, അതേപോലെ പറങ്കിമാവ്, അതേപോലെ പുളി, നമ്മളെ തൊട്ടടുത്ത വീട്ടിൻ്റെ അടുത്തുള്ള മരങ്ങളിലൊക്കെ ഊഞ്ഞാല് കെട്ടി ആടും, അതിൻ്റെ ചുവട്ടിൽ പോയി കളിക്കും. ചെറിയ കുട്ടികളാകുമ്പോൾ പഴുത്ത മാങ്ങകളൊക്കെ വീഴുന്ന സമയമാണെങ്കിൽ അതൊക്കെ എടുത്ത് തിന്ന്, അങ്ങനെ മരങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകും. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, അതാണ് നമുക്കതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം. കുന്തു, നോട്ട്ബുക്കിൽ എഴുതണം, ചോദ്യം എഴുതിയിട്ട് എഴുതണം. കുന്തു
അദ്ഹബു ഇലാ തഹ്ത ഷജറത്തി ലിയൽഅബ മഅ അസ്ദിഖാഇ വനഅകുലു മിൻ സമറാത്തിഹാ വനശ്ഉറു ബിൽ ഫറഹി വർറാഹത്തി ഫീ ളില്ലിഹാ അൽ ബാരിദത്തി അൽ ബാരിദത്തി. എന്നോട് പറയാം. കുൻതു ഞാനായിരുന്നു, അദ്ഹബു പോകും, ഇലാ തഹ്ത ഷജറത്തി മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകും, മാ അസ്ദിഖായി കൂട്ടുകാരോട് കൂടി. എന്തിനു വേണ്ടി? ലിയൽ അബ കളിക്കാൻ വേണ്ടി. ലിയൽ അബ മാ അസ്ദിഖായി കൂട്ടുകാരോടൊപ്പം കളിക്കാൻ വേണ്ടി. വനഅകുലു ഞങ്ങൾ ഭക്ഷിക്കും, മിൻ സമറാത്തിഹ ആ മരങ്ങളുടെ പഴങ്ങളെ. വനശ്ഉറു ബിൽ ഫറഹി വർറാഹത്തി ഫീ ളില്ലിഹ അൽ ബാരിദ ആ മരങ്ങളുടെ തണുത്ത തണലിൽ ഞങ്ങൾ സന്തോഷത്തോടുകൂടി വിശ്രമിക്കും, ഇരിക്കും. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഉക്തുബു ഉൻവാനൻ ലി ഹാദിഹിൽ ഫിഖറ ഈ ഗണ്ണികക്ക്, ഈ പാരഗ്രാഫിന് ഒരു തലക്കെട്ട് കൊടുക്കുക, ഒരു ഹെഡിങ് കൊടുക്കുക. നമുക്കിത് വായിച്ചിട്ട് എന്താ മനസ്സിലാവുന്നത്? നമുക്ക് കൊടുക്കാം. ദിക്റയാത്ത്. ദിക്റയാത്ത് എന്ന് പറഞ്ഞാൽ സ്മരണകൾ അല്ലേ? കുറേ പഴയ കാലത്തുള്ള സ്മരണകളാണ് ഇതിൽ പറയുന്നത്. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ അല്ലേ? അപ്പോൾ ദിക്റയാത്തി അൽ ഹുൽവ, ദിക്റയാത്തി അൽ ഹുൽവ എൻ്റെ മധുരമുള്ള സ്മരണകൾ എന്ന് കൊടുക്കാം. നോക്കാം പിന്നീട് എന്ത് സംഭവിച്ചു, നമുക്ക് വായിച്ചു നോക്കാം. കുത്തിയ കുല്ലും മിൻ അഫ്രാദി ഉസ്രത്തി. കുത്തിയ മുറിക്കപ്പെട്ടു, അത് മജ്ഹൂല ഫീലാണ്. മുറിച്ചു എന്ന് പറഞ്ഞാൽ ഖതാ. കുത്തിയ മുറിക്കപ്പെട്ടു, കുല്ലുൻ മുഴുവനും മുറിക്കപ്പെട്ടു, മിൻ അഫ്രാദി ഉസ്രത്തി എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും എന്ന് പറഞ്ഞാൽ മരം പറയാണ്. മരത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മറ്റു മരങ്ങൾ. അപ്പോൾ മറ്റു മരങ്ങളിൽ നിന്ന് ഓരോ മരത്തെയും മുറിക്കപ്പെട്ടു. വാഹിദത്തൻ ബഅദ വാഹിദത്തിൻ ഒന്നിനു പിറകെ ഒന്നായി എന്നർത്ഥത്തിലാണ് വാഹിദത്തൻ ബഅദ വാഹിദത്തിൻ എന്ന് പറയുന്നത്. ഇമ്മാ ബി ഇസ്മി തതവ്വുരി മറത്തൻ ചിലപ്പോൾ തതവ്വുറിൻ്റെ കാരണം പറഞ്ഞിട്ടായിരിക്കും മുറിക്കുക. തതവ്വുർ എന്ന് പറഞ്ഞാൽ വികസനം, നാടിൻ്റെ വികസനം അറിയില്ലേ? പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഫാക്ടറികൾ നിർമ്മിക്കുവാനൊക്കെ പേര് പറഞ്ഞിട്ട് ഓരോ മരങ്ങളും മുറിക്കപ്പെട്ടു. ഇമ്മാ ബി ഇസ്മി ഷാരി ചിലപ്പോൾ റോഡിൻ്റെ കാരണം പറഞ്ഞിട്ട്, റോഡ് വീതി കൂട്ടാൻ വേണ്ടി മരങ്ങൾ മുറിക്കാറില്ലേ? അങ്ങനെ പറയും. മറത്തൻ നുഹ്റ ചില സന്ദർഭത്തിൽ. ഹത്താലം തബ്ഖ ഇല്ലാന അവസാനം ഒരാളും ബാക്കിയായില്ല, ഇല്ല അന ഞാനല്ലാതെ. എല്ലാ മരങ്ങളും മുറിക്കപ്പെട്ടു, ഇനി ആര് മാത്രമേ ബാക്കിയുള്ളൂ? ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ആ മരമാണിപ്പോൾ ഈ പിന്നെ സംഭവങ്ങളൊക്കെ പറയുന്നത് അല്ലേ? മാ സിൽത്തു ഉഖദ്ദിമു എന്നാ മാ സിൽത്തു ഞാൻ ആയിക്കൊണ്ടിരുന്നു, ഉഖദ്ദിമു ഖിദ്മാത്തി എൻ്റെ സേവനങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കും. ഉഖദ്ദിമു എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക. ഞാൻ എൻ്റെ സേവനം, മരത്തിൻ്റെ സേവനം എന്താണ്? പക്ഷികൾക്ക് കൂടുകൂട്ടാനുള്ള സൗകര്യം, പക്ഷികൾക്ക് പാറി വന്ന് ഇരിക്കുവാനുള്ള സൗകര്യം, മനുഷ്യർക്ക് തണൽ തണൽ നൽകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള എൻ്റെ സേവനങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. തുജാഹൽ ഹയവാനാത്തി വത്തുയൂരി പക്ഷികൾക്കും മൃഗങ്ങൾക്കും. തുജാഹൽ ഹയവാനാത്തി പക്ഷികൾക്കും വത്തുയൂരി തുജാഹൽ ഹയവാനാത്തി മൃഗങ്ങൾക്കും വത്തുയൂരി പക്ഷികൾക്കും. ഹസബ വുസ്ഇ എൻ്റെ കഴിവിൻ്റെ പരമാവധി. യൗമൻ ഒരു ദിവസം, ബൈനമ അന ഉഹാവിറു ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ, ബൈനമാ എന്ന് പറഞ്ഞാൽ ഇടയിൽ, അന ഞാൻ, ഉഹാവിറു സംസാരിച്ചു കൊണ്ടിരിക്കുക, മഅ സ്വദീഖി എൻ്റെ കൂട്ടുകാരനോടുകൂടെ, അൽ ഉറാബ് അപ്പം മരത്തിന്മേൽ ഒരു കാക്ക വന്നിരുന്നു. ഉറാബ് എന്ന് പറഞ്ഞാൽ കാക്ക. കാക്ക മരത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അപ്പോൾ എൻ്റെ മരത്തിൽ വന്നിരുന്ന കൂട്ടുകാരനായ കാക്കയോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ, കാല കാക്ക പറഞ്ഞു, അഹാലിൽ ഖുറ ഗ്രാമവാസികൾ, യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, തഹ്വീൽ ഹാദിർ രീഫി രീഫ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഖറിയത്തിൻ്റെ മറ്റൊരു വാക്കാണ് രീഫ്. ഈ ഗ്രാമത്തെ മാറ്റാൻ, തഹ്വീൽ എന്ന് പറയാൻ മാറ്റുക, ഇലൽ മദീന മദീനത്തിൻ ഒരു പട്ടണമാക്കാൻ, ഒരു നഗരമാക്കാൻ, ഈ ഗ്രാമത്തെ ഒരു നഗരമാക്കി മാറ്റാൻ അവർ ഉദ്ദേശിക്കുന്നു എന്ന് കാക്ക പറഞ്ഞു. വയളുന്നൂന അവർ വിചാരിക്കുന്നു, ഗ്രാമവാസികൾ വിചാരിക്കുന്നു, അന്നൽ ഐഷ ഫിൽ മദീനത്തി പട്ടണത്തിലുള്ള ജീവിതം, അഹ്ലാ മിനൽ ഖറിയത്തി
ഗ്രാമത്തിനേക്കാൾ സന്തോഷമാണ്, മധുരമാണ് എന്ന് അവർ ഭാവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാക്ക ഫതനഹത്തു, കാക്ക അങ്ങനെ ഒരു നെടുവീർപ്പിട്ടു. വ അജബ്തു, എന്നിട്ട് കാക്ക പറഞ്ഞു, എന്നാൽ ലൈസൽ അംറു കദാലിക യാ സ്വദീഖി. കാക്കത് പറഞ്ഞപ്പോൾ ഫതനഹത്തു, മരം ഒരു നെടുവീർപ്പിട്ടു. വ അജബ്തു, എന്നിട്ട് മരം പറഞ്ഞു, ലൈസൽ അംറു കദാലിക, എന്നാൽ യാ സ്വദീഖി, സുഹൃത്തെ, കാര്യം അങ്ങനെയല്ല. ഹാദിഹി ബിദായത്തു ഷഖാവത്തി വ നിഹായത്തു സആദത്തി. ഗ്രാമവാസികൾ എന്താ വിചാരിക്കുന്നത്? ആ പട്ടണമായി മാറിയാൽ നല്ല സന്തോഷകരമായ ജീവിതം ഉണ്ടാവുന്നല്ലേ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഹാദിഹി, ഇത് ബിദായത്തു ഷഖാവത്തി, അവരുടെ പരാജയത്തിൻ്റെ, ബുദ്ധിമുട്ടുകളുടെ തുടക്കവും, വ നിഹായത്തു സആദത്തി, അവരുടെ സന്തോഷത്തിൻ്റെ അവസാനവുമായിരിക്കും എന്ന് പറയണം. അവിടെ ഒരു ചോദ്യമുണ്ട്. ഹൽ യുഖ്തഉ ഷജറു, മുറിക്കപ്പെട്ടിട്ടുണ്ടോ അഷജറു, മരം, ഫി ഖറിയത്തിക്ക, നിൻ്റെ ഗ്രാമത്തിൽ? ഉണ്ടെങ്കിൽ നാം ഉണ്ട്. ലിമ, എന്തിനു വേണ്ടിയാണ്? അതിന് കാരണം പറയണം. എന്തിനു വേണ്ടിയാണ്? നമുക്ക് വീടുണ്ടാക്കാൻ വേണ്ടി ആണെങ്കിൽ ലി ബിനാഇൽ ബൈത്തി, വീട് നിർമ്മാണത്തിന് വേണ്ടി. റോഡിന് വേണ്ടിയാണെങ്കിൽ ലി ബിനായി ഷാരിയായി, റോഡ് നിർമ്മിക്കാൻ വേണ്ടി എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങളെ ചോദ്യം ഉത്തരം എഴുതണം. ഹൽ തളുന്നു അന്നൽ ഐഷ ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള ജീവിതം നീ ഭാവിക്കുന്നുണ്ടോ? അഹ്ലാ മിനൽ ഖറിയത്തി, ഗ്രാമത്തിലുള്ളതിനേക്കാളും സന്തോഷമാണ്, മധുരമാണെന്ന് നീ ഭാവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എഴുതുക. എന്താണ് അതിൻ്റെ കാരണം എഴുതുക. ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എഴുതുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്രേ ക്ലാസ്സുള്ളൂ. നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും എല്ലാ കുട്ടികളും നാളെ ക്ലാസ് കാണുക. നമുക്ക് പാഠങ്ങളൊന്ന് സ്പീഡാക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.